ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ സേന അല്പസമയത്തിനകം ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണും. അതേസമയം പാക് ഭീകരതയ്ക്ക് ഐക്യരാഷ്ട്ര സംഘടനയിൽ കൂടുതൽ തെളിവുകൾ കൈമാറാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. വെടിനിർത്തൽ ധാരണ പ്രഖ്യാപിച്ച് 24 മണിക്കൂർ പിന്നിടുമ്പോൾ അതിർത്തിയിലെ സാഹചര്യങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്ന് 24 പ്രതിനിധികളും തത്സമയം ചേരുന്നു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നൊപ്പം ബൽറാം നെടുങ്ങാടി ശ്രീനഗർ, ശ്രീനാഥ് ചന്ദ്രൻ ജമ്മു, വിനീത വിജി അമൃത്സർ, അനിൽ വാസ്ദേവ് ജയ്സാൽമീറൊപ്പം ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ആദ്യം ആർ അച്യുതനിലേക്ക് പോകുന്നു. അച്യുതൻ, 6:30 വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. അതിൽ 3 സേനകളുടെയും പ്രതിനിധികൾ ഉണ്ടാകും. ഉന്നത ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഒരുപക്ഷെ പറയാനായിരിക്കും ഈ വാർത്താ സമ്മേളനം? അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിലും ഈ പാക് പ്രകോപനം ഉണ്ടായിരുന്നു. അത് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷവും അത് തുടരുകയും ചെയ്തു. അതിലെന്തെങ്കിലും തീരുമാനങ്ങൾ, നിലപാടുകൾ പറയുമോ ഇന്ത്യ? ഒപ്പം തന്നെ ഇന്നത്തെ വൈകുന്നേരവും അതും വളരെ ക്രൂഷ്യലാണ്. വീണ്ടും പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതുമാണല്ലോ. വിവരങ്ങൾ പറയൂ. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 6:30 നടക്കാനിരിക്കുന്ന വാർത്താ സമ്മേളനം സൈനിക 3 സേനാ തലത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ടുള്ള ആ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇന്നലെ 5 മണിക്ക് ഈ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പശ്ചാത്തലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കും എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ അതിനുശേഷം നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പരക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു കൃത്യമായ നിലപാട് ഇന്ത്യക്ക് അറിയിക്കേണ്ടതുണ്ട്. അത് ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായൊരു വിശദീകരണം കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു. അതിൽ പറയുന്നത് ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ തമ്മിലോ അല്ലെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിലോ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഈ ചർച്ചകൾ നടന്നത് DGMO തലത്തിൽ മാത്രമാണ് എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഇന്ത്യ ഇതിൽ ലക്ഷ്യം വെച്ചത് ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യ ഉപയോഗിച്ചത് സേനയുടെ പക്കലുള്ള ഏറ്റവും അത്യാധുനിക, അതായത് കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധമാണ് ഉപയോഗിച്ചതെന്ന് ഇന്ത്യ വെളിപ്പെടുത്തുകയാണ്. അതൊരു പാഠമായാണ് ഇന്ത്യ അത്തരമൊരു കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ കൃത്യമായ ഒരു പ്രവർത്തനങ്ങളിലൂടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. ഒരു വെടിക്ക് ഇന്ത്യ എടുത്ത നിലപാട്, ഒരു വെടി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ തിരികെ ഒരു ഷെൽ എന്ന തരത്തിലാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ നിലപാട് എടുത്തത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല. അവർ വെടിവെച്ചാൽ തിരികെ തങ്ങളും വെടിവെക്കും, അവരാക്രമിച്ചാൽ തിരികെ ആക്രമിക്കും എന്നതാണ് ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഈ 3 കാര്യങ്ങൾ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നേടാൻ കഴിഞ്ഞു. ഒന്ന്, തങ്ങളുടെ മണ്ണിൽ തന്നതിനെ ബഹാവൽപൂർ, മുർദേക്കെ, മുസാഫറാബാദ് ക്യാമ്പുകളുടെ മണ്ണിൽ തിരിച്ചു നൽകി എന്ന് ഇന്ത്യ പറയുന്നു. അതിർത്തി കടന്നുള്ള ഭീകരത അവസാനിക്കുന്നതുവരെ ഈ സിന്ധു നദീജല ഉടമ്പടി അത് ആ ഒരു മരവിപ്പിക്കൽ തുടരും എന്നും വ്യക്തമാക്കുന്നു. അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പ്രഹരമേൽപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ കഴിഞ്ഞു എന്നും അവരുടെ പാകിസ്ഥാൻ്റെ വ്യോമതാവളങ്ങൾ അതിൻ്റെ പേരടക്കം വിശദീകരിച്ചുകൊണ്ടാണ് അവിടെയെല്ലാം കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഇന്ത്യയുടെ പ്രഹരം എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. അതിന് കൂടാതെ ഇനി ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൗൺസിലിനെ സമീപിക്കാൻ കൂടി ഇന്ത്യ ഒരുങ്ങുകയാണ്. അവിടെ പാകിസ്ഥാൻ ഭീകരതയുമായി സഹകരിക്കുന്നതിൻ്റെ തെളിവുകൾ അവിടെ നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സംഘത്തെ ഇതിനായി അയക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് കൃത്യമായ തെളിവുകളുണ്ട്. പാകിസ്ഥാൻ നടത്തിയ പ്രകോപനങ്ങൾക്ക് ഇന്ത്യ നൽകിയത് ഇരട്ടി പ്രഹരമാണ് എന്നതും വിശദീകരിക്കുന്നു. 6:30 വാർത്താ സമ്മേളനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ തന്നെയാണ്. അതുണ്ടാകും എന്നാണ് ലഭിക്കുന്ന സൂചന. പ്രജിൻ, അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വാർത്താ സമ്മേളനം 6:30.